ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിനാസ് ലിറ്റിൽ വേൾഡ്. മിനയുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ദോസ്ത് ഗ്രൂപ്പ് ഒരു മന്ത്ലി മീറ്റിംഗ് നടത്തി വരാറുള്ളതാണ്. എല്ലാ സെക്കൻഡ് സൺഡേയിലും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് നടക്കാറുള്ളത്. പക്ഷേ ഇന്നത്തെ മീറ്റിംഗ് കുറച്ചധികം സ്പെഷ്യലാണ്. എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് നമ്മൾ 2025 പുതിയ ദോസ്ത് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമുള്ള ആദ്യത്തെ മീറ്റിംഗാണിത്. പിന്നെ അതിനേക്കാൾ ഉപരി ഇന്ന് ഇത്ര ആളുകൾ ഇവിടെ വന്നിട്ടുള്ളത് വേറൊരു സ്പെഷ്യലും കൂടെ ഉണ്ട്. കഴിഞ്ഞ ഡോക്ടേഴ്സ് ഡേക്ക് ഇന്ത്യൻ എക്സ്പ്രസ് സാജി സാറിനെ ആദരിക്കുകയുണ്ടായി. നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇത്രയും സപ്പോർട്ടീവായ നമ്മുടെ ഡോക്ടർ സമൂഹം ആദരിക്കുമ്പോൾ നമ്മളും ആദരിക്കണ്ടേ? അതാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ദോസ് ഗ്രൂപ്പിൻ്റെ പുതിയ പ്രസിഡന്റ് കിഷോർ അനിയൻ, നമ്മുടെ ആക്ടർ ഗോപി കൃഷ്ണവർമ്മയുടെ ഫാദറാണ്. പിന്നെ ഇന്നിവിടെ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അനു എന്ന കുട്ടികളിലെ മാനസികവും വൈകാരികവുമായ പെരുമാറ്റങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് ഉണ്ട്. ഇത് നമ്മുടെ ദോസ് ഗ്രൂപ്പിൻ്റെ വൈസ് പ്രസിഡന്റ് ഹസൻ സാറാണ്. ഇവിടെ ഗസ്റ്റായിട്ട് 4 പേരും കൂടെ ഉണ്ട്. ഇവിടെ ദോസ്ത് അവാർഡ് വിന്നേഴ്സായ ധന്യ വിജയൻ, അമീൻ, ദിവ്യ ശങ്കർ, അനിത മേനോൻ ഇനിയും ഉണ്ട്. പക്ഷെ അവരൊക്കെ വിദേശത്തും പുറത്തൊക്കെ ആയതുകൊണ്ട് എത്തിയിട്ടില്ല. ജോയിന്റ് സെക്രട്ടറി റഹ്മത്തിനെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു. ഈ കാണുന്നതെല്ലാം ഡൗൺ സിൻഡ്രോം കുട്ടികളുടെ പേരൻസ് ആണ്. ഷാജി സാറിനെ, ധന്യ വിജയൻ, ദിവ്യ ശങ്കർ, അനിത മേനോൻ, അമീൻ. അവരെക്കാൾ അല്ലേ സാറിനെ ആദരിക്കാൻ വേറെ ആരാണ് ഉള്ളത് ഇവിടെ? എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കണേ. കയ്യടി പോരാ, ആളെ അത്ര കയ്യടില്ലല്ലോ. ഇവരെ കാണുമ്പോൾ അഭിമാനത്തോടെ നിറയുന്നൊരു ദിനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവരൊക്കെ നമ്മളെപ്പോലെ സ്നേഹത്തോടെയും ക്ഷമയോടെയും നമുക്ക് മുന്നിൽ മാതൃകയായി ഇരിക്കുന്നവരാണ്. ഈ മക്കളെ പോലെ പ്രചോദനമാണ് ഈ പാരൻസും. പ്രതിസന്ധികൾ പിറകെ പിടിച്ചപ്പോൾ പൊക്കത്തിലില്ലാത്ത ആത്മവിശ്വാസം കൈവശം വെച്ച് പിടിച്ച് മുന്നോട്ട് പോയവരാണ്. ഇവരുടെ ഓരോ വാക്കും നമുക്ക് പാടുന്നു. ഈ യാത്ര എളുപ്പമല്ല, പക്ഷെ പ്രതീക്ഷയോടെ നമുക്ക് മുറുകെ പിടിക്കാൻ പറ്റുന്ന ഒരു വഴിയാണ്. ഇത് ദിവ്യശങ്കർ 2 ഇന്ത്യൻ റെക്കോർഡുകൾ സ്വന്തമായിട്ട് നോക്കുന്നുണ്ട്. ഭരതനാട്യവും മോഹിനിയാട്ടവും 2 മണിക്കൂർ തുടർച്ചയായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്തു. ഡൗൺ സിൻഡ്രോം അവസ്ഥയിലായിരുന്നാലും ഈ കുഞ്ഞുങ്ങൾ ഇന്ന് മാതൃകാപരമായ നേട്ടങ്ങൾ കൈവരിച്ചു. അത് ആ പേരൻസിന്റെ പ്രഷർ കൂടി ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. എവിടെയെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം മുഴുവൻ പറവൂർ ഹോസ്പിറ്റലിൽ വൈഫിന് പ്രഷർ കൂടി കിടത്തി. വൈകിട്ടായപ്പോഴും പ്രഷർ കൂടുതൽ 170 മുകളിൽ പോയിക്കൊണ്ടിരിക്കുക. ഇഞ്ചക്ഷൻ ഇപ്പോൾ കുറയും, പിന്നെ കൂടും. അപ്പൊ അങ്ങനെ വന്ന ഡോക്ടർ പറഞ്ഞു എവിടെയെങ്കിലും സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ എറണാകുളം മെഡിക്കൽ സെന്ററിൽ കൊണ്ടുപോയി. അവിടെ പോയി അടുത്ത ദിവസം തന്നെ കുട്ടിയെ എടുക്കണം, അല്ലെങ്കിൽ 2 പേരും കിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു 2 പേരും മോനപ്പം ഒന്ന് 1ാം ക്ലാസ്സിൽ ആവണേ ഉള്ളൂ. അപ്പൊ 2 പേരും കിട്ടിയില്ലെങ്കിൽ എനിക്ക് വൈഫിനെ കിട്ടണം, കാരണം മോനെ നോക്കാൻ ആള് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഞാൻ ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇനി അപ്പോൾ കഴിഞ്ഞിട്ട് ഡോക്ടർ അടുത്ത ദിവസം ഡോക്ടർ സ്കാനൊക്കെ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു കുട്ടിക്ക് ഇങ്ങനെയുള്ള തകരാറൊക്കെ ഉണ്ടാവും, അപ്പൊ നിങ്ങൾ എന്തായാലും ക്ഷമിക്കാൻ വളർത്താൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. അവർ ഇങ്ങനത്തെ കുട്ടിയാണെങ്കിലും ഞങ്ങൾ വളർത്തും, ഒരു പ്രശ്നമില്ല,
അത് എനിക്ക് രണ്ടുപേരും കിട്ടിയ വളരെ സന്തോഷമുള്ളൂ. അപ്പോൾ വൈഫ് ചിലപ്പോൾ കോമ സ്റ്റേജിലൊക്കെ ആയിപ്പോയെന്ന് പറഞ്ഞു, കുട്ടി വയറിൻ്റെ അകത്ത് കിടന്ന് മരിച്ചാൽ. അല്ല ഡോക്ടർമാർ പറയണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ ഞാൻ ഇതാണ് കോമേഴ്സ് ഗ്രാജുവേറ്റ് ആണ്, എനിക്ക് ഇതായിട്ട് അറിയില്ല, അതുകൊണ്ട് ഡോക്ടർ പറയണ പോലെ ഇതും പോയി പല ഇതിലും പോയി. ചില ഡോക്ടർമാർ ഞങ്ങളോട് നെഗറ്റീവായിട്ട് വരെ പറഞ്ഞിട്ടുണ്ട്. വലിയ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഈ കുട്ടിയൊക്കെ എന്താ മറ്റേ സാറ് പറഞ്ഞ പോലെ ഇവരൊക്കെ ഏതെങ്കിലും മൂലയിലേ ഇരിക്കുള്ളൂ, ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അവർക്കൊന്നും അങ്ങനെ ഒരു സ്പെഷ്യൽ സ്കൂളിൽ എവിടെയെങ്കിലും വിട്ട് പഠിപ്പിക്കാം, ഇവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. അത് നമ്മൾ കുറേ നേരം ക്യൂ നിന്നാണ് ഡോക്ടറെ കണ്ടത്. നമുക്ക് വളരെയധികം വിഷമമായി. കാരണം ഇത് ജനിതക തകരാറിന്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ്. ഇത് അനിത. മോഡലിങ്ങിലും പെയിന്റിങ്ങിലും തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാൾ തന്നെയാണ്. ഇവരെയൊക്കെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷമാണ് എനിക്ക് തോന്നിയത്. ശ്രമിച്ചാൽ കഴിയും, വിശ്വാസം വെച്ചാൽ നേടിയെടുക്കാമെന്ന് തോന്നിപ്പോകും. 33 വർഷം കൊണ്ടായിട്ട് ഞങ്ങൾക്ക് അറിയുന്നതാണ്. ഷാജി സാറ് പല മീറ്റിങ്ങിലും പറഞ്ഞിട്ടും കൂടിയുണ്ട്, ഈ ദോസ് സപ്പോർട്ട് ഗ്രൂപ്പ് തുടങ്ങിയത് തന്നെ എൻ്റെ വൈഫുമായിട്ടുള്ള സംവാദത്തിന് ശേഷമാണ് എന്നുള്ളത്. അപ്പോൾ 33 വർഷം കൊണ്ട് 33 വയസ്സായിട്ടുണ്ട് അവൾക്ക്. ഞങ്ങൾ 5 വയസ്സുള്ള സമയത്താണ്, അവൾക്ക് 5 വയസ്സുള്ള സമയത്ത് ദുബായിൽ പോയതാണ്. 19 വർഷം ദുബായിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പൂനെയിലേക്ക് തിരിച്ചു വന്നു. പൂനെയിൽ തിരിച്ചു വന്നതിന് ശേഷമാണ് അവൾ കുറച്ച് പെയിൻറ്റിങ്ങും മോഡലിങ്ങും ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കില്ലാതെ പെയിൻറ്റിങ് നടത്തുന്നുണ്ട്. 2 വർഷം മുന്നേ പിന്നെ ഇവിടെ ലളിതകല അക്കാദമിയിൽ ഒരു 3 ദിവസത്തെ സോളോ പെയിൻറ്റിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് തോന്നുന്നത് എനിക്ക് ഡൗൺ സിൻഡ്രോമുള്ള ഒരു കുട്ടി തനിയെ ഒരു സോളോ ആയിട്ട് ഒരു പെയിൻറ്റിങ് എക്സിബിഷൻ ഇവിടെ നടത്തി. നമുക്ക് നന്ദിയോടെ ആദരവോടെ അഭിമാനിക്കാം. ഇവരാണ് നമ്മുടെ വളർച്ചയുടെ പെയിൻറ്റിങ്സും വാങ്ങിച്ചിട്ടുണ്ട്. വൈകാട്ടികൾ, സ്നേഹവും പ്രതീക്ഷയും നിറഞ്ഞ വഴികളിലെ തിളക്കമാർന്ന നക്ഷത്രങ്ങൾ. നാട്ടിൽ വന്നതിന് ശേഷം വളരെ കുറവാണ്, ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായ കാരണം അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 1.5 വർഷം കൊണ്ടായിട്ട് അവിടെ ഒരു സ്കൂളിൽ ഒരു അസിസ്റ്റന്റ് ടീച്ചറായിട്ട് പോകുന്നുണ്ട്. വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അവർ രാവിലെ തൊട്ട് ഉച്ച വരെ അതിൽ എൻഗേജ്ഡാണ്. കുറച്ച് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അമീനെ ഒരുപാട് മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടാണ് അല്ലേ അമീൻ? അത് അവൻ തന്നെ പറയും, ഞാൻ പറയുന്നതിന് മുന്നേ. അസ്സലാമു എൻ്റെ പേര് അമീൻ. ഞാൻ വരുന്നത് കോഴിക്കോട് കാപ്പാടാണ്. ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നത്. കിച്ചൺ കോളേജ് ബഗിലാണ് ജോലി ചെയ്യുന്നത്. തിരുവനന്തപുരമാണ്. പിന്നെ അവിടുത്തെ എല്ലാ സാധനങ്ങളൊക്കെ ഫുള്ളും തല വയ്ക്കലാണ്. പിന്നെ താഴത്തെ ഫുള്ളും മേത്ത് കയറ്റും. പിന്നെ എന്നെ ഇതാക്കി തന്നത് ശശിധോത്തിലാണ്. ഇത്തരം മീറ്റിങ്ങുകളൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായും എല്ലാവരും പങ്കെടുക്കുക. ഒറ്റപ്പെട്ടവരായി അനുഭവിക്കാതെ ഒരുമിച്ച് നീങ്ങാനുള്ള ഒരു ശക്തി കൂടിയാണ്. ഓരോ പാരൻറ്റിൻ്റെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും നമ്മളൊക്കെയും ഒരേ വേദനയും ആശങ്കകളും പങ്കിടുന്നവരാണ്. ഇവിടെ ഓരോ പേരൻസും പറഞ്ഞതൊന്നും കഥകളല്ല, ഓരോരുത്തരും അനുഭവിച്ച അല്ലെങ്കിൽ നമ്മളൊക്കെ നാളെ കടന്നു വരേണ്ട വഴികളാണ്. ഇതിൽ നിന്നൊക്കെ ലഭിക്കുന്ന പ്രചോദനവും ആത്മവിശ്വാസവും ഒരു പുതുജീവനാണ്. എന്താ നിങ്ങൾക്കൊക്കെ പ്രതീക്ഷകൾ കൂടുകയാണ്. നിങ്ങൾക്ക് ആ പ്രതീക്ഷകൾക്കൊപ്പം എനിക്ക് ഉയരാൻ പറ്റിയെന്ന് വരില്ല. ആ ഒരു പ്രയാസമാണ്. ഞാനും നിങ്ങളെ പോലെ തന്നെ എല്ലാ വികാരമുള്ളൊരു മനുഷ്യനാണ്. നേരത്തെ വളരെ തിരക്കിട്ട ഒപ്പിയുടെ മുമ്പിൽ വന്ന് കാത്തിരുന്ന് കയറിയിട്ട് സാറേ എന്ന് പറഞ്ഞ് 100 ചോദ്യം ചോദിക്കുമ്പം പുറത്തെ ആൾക്കാർ ഭക്ഷണം കഴിക്കാതെ ഉച്ചഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഞാൻ എത്ര നേരം നിങ്ങളോട് സംസാരിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രയാസം കാരണം പലപ്പോഴും ഞാൻ ഇൻട്രാക്ഷൻ കുറഞ്ഞു പോകുന്നുണ്ട്. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മനസ്സും സ്നേഹവും പങ്കുവെക്കാൻ കഴിയുന്ന വേദികൾ നമ്മൾ തീർച്ചയായും യൂസ് ചെയ്യണം. ഈ നിമിഷങ്ങളൊന്നും ഒരിക്കലും പാഴാവില്ല. ഓരോ അവസരങ്ങളും നമ്മൾ പാരൻസിനെ കൂടുതൽ കരുതലാക്കും. നമ്മുടെ കുട്ടിക്കായി നമുക്ക് വേണ്ട ശക്തിയും ധൈര്യവും ശബ്ദം ഉയർത്തുമ്പോൾ ഹാർട്ടിന് കൂടെ ബുദ്ധിമുട്ടുണ്ട്. അതുകൂടെ കേൾക്കുമ്പോൾ അമ്മയുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? ഞാൻ പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്ന് കുട്ടിയെ കൊണ്ട് വരണം, എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുള്ളത് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ നേരത്തെ തിരിഞ്ഞു നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, ഡോക്ടർ വൈ ആർ ഓൾ ദ ഡോക്ടേഴ്സ് സോ ക്രൂവൽ? എൻ്റെ മനസ്സിൽ ഒരിക്കലും പോകാത്തൊരു വാക്കാണ്.
ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞതോ പ്രവർത്തിച്ചതോ എന്തിനോ പാകപ്പഴയോ ഉണ്ടായിട്ടാണോ അവരുടെ ചോദ്യം. ഞാൻ ആലോചിച്ചു എന്ത് പറ്റി. അല്ല, ഞാൻ എൻ്റെ കൊച്ചിനെയും കൊണ്ടിട്ട് ദക്ഷിണേന്ത്യയിലുള്ള എല്ലാ ഡോക്ടർമാരുടെ അടുത്തും പോയിട്ടുണ്ട്, മിക്ക സിറ്റീസിലും പോയിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഡോക്ടർമാർ നോക്കിയിട്ട് പറയും, ഓ ദിസ് എ കേസ് ഓഫ് ഡൗൺ സിൻഡ്രോം, നത്തിങ് ടു ബി ഡൺ. നിങ്ങൾക്കിത് 800-1 ആ വാക്കുകളൊക്കെ ഇപ്പോഴും എൻ്റെ ഓർക്കുന്നുണ്ട്. ഈ 800-1 ഡൗൺ സിൻഡ്രോം എന്നൊരു കുട്ടി ജനിക്കുന്നത്. എനിക്കിത് 100% ആകുന്നത്. സമാധാനം ഉണ്ടായി, കാരണം ഇവർക്ക് ഡൗൺ സിൻഡ്രോം ആണെന്നറിയാം. പിന്നെ അടുത്ത ചോദ്യം, ഹാർട്ടിന് ബുദ്ധിമുട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴും എനിക്ക് തോന്നും അതിനെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളത്. പക്ഷേ ഈ ഒരു കാര്യം എൻ്റെ മനസ്സിലെപ്പോഴുണ്ട്. കാരണം ഡൗൺ സിൻഡ്രോമിനെ പറ്റി ആ കാലഘട്ടത്തിൽ വലിയൊരു അറിവ് ഡോക്ടർമാർക്കുമില്ല, ജനങ്ങൾക്കുമില്ല, പൊതുജനങ്ങൾക്കുമില്ല. ഡൗൺ സിൻഡ്രോമുള്ള കുട്ടിയെ കണ്ടാൽ ഡയഗ്നോസ് ചെയ്യാൻ പറ്റണം എന്നുള്ള പട്ടിയ ഞങ്ങൾ ഡൗൺ സിൻഡ്രോം കേസ് ഞങ്ങൾ പരീക്ഷ പാസ്സാവണം. ഇവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് അതിനൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ കഴിച്ചത് ഇതിൽ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണം. അങ്ങനെയാണ് 2000 ഞാൻ ഈ ഒരു ഡൗൺ സിൻഡ്രോം ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഘടന തുടങ്ങി. ഡോക്ടർ അലക്സാണ്ടറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ബേബിയുടെ സഹായത്തോടു കൂടിയിട്ട് ഇവിടെ തുടങ്ങിയതും ഈ സപ്പോർട്ട് ഗ്രൂപ്പ് തുടങ്ങിയതും. അന്ന് മുതൽ പല മെഡിക്കൽ കോളേജിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. പല വേദിയിലും പോയിട്ട് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവർക്ക് ഒന്നും ചെയ്യാനില്ല, നത്തിങ് ക്യാൻ ബി ഡൺ എന്നൊരു വാക്ക് പറയരുത്. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒന്നും വേണ്ട, നമ്മുടെ പിന്നണി ഗായിക ചിത്രയുടെ മകൾ ഡൗൺ സിൻഡ്രോമായിരുന്നു, മരിച്ചുപോയി. ചിത്രയുടെ മകൾ അവിടുത്തെ ചെന്നൈയിലൊരു ഡോക്ടറെ അടുത്ത് ചെന്നപ്പം ആ ഡോക്ടർ ചിത്രയുടെ ഹസ്ബൻഡിനോട് പറഞ്ഞതാണ്, അവരെന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്, വൈ ഡോണ്ട് യു ഹാവ് എ ഡോഗ് ഇൻ യുവർ ഹൗസ്, ദ ഡോഗ് ആൻഡ് ദ ചൈൽഡ് വിൽ ജെൽ വെരി വെൽ. നിങ്ങൾ വീട്ടിലൊരു പട്ടിയെ വളർത്തുക, ആ പട്ടിയും ഈ കുട്ടിയും കൂടി നന്നായിട്ട് യോജിച്ചു പോകും. ചിത്രയുടെ ഹസ്ബൻഡ് ശങ്കർ പറഞ്ഞത്, എനിക്ക് ഡോക്ടറെ തല്ലാനാ തോന്നിയതെന്ന്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഡോക്ടർമാർക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഒരു കുട്ടിയോട് ഒരു പ്രയാസമുള്ള കാര്യം പറയേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കൗൺസിലിംഗ് ഒക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അഞ്ജു മാമിൻ്റെ ക്ലാസ്സും കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിലാക്കാം. ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലോങ് ആണ്. അപ്പോൾ എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. ഇതാണ് നമ്മുടെ ഏറ്റവും മുതിർന്ന ഡൗൺ സിൻഡ്രോം കുട്ടി.